ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസപിതാവിൻ്റെ തിരുനാളിനൊരുക്കമായുള്ള ധ്യാനചിന്തയുടെ 3-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് വീണ്ടും ഈശോയുടെ അരികിലെത്താം. യേശു സാന്നിധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ഏറെ സ്നേഹിച്ച ആ വന്യപിതാവിൻ്റെ ജീവിതത്തെ അറിയുവാനും ആ ജീവിതത്തെ ധ്യാനിക്കുവാനും ഈ 3-ാം ദിവസം ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് യൗസപിതാവിനെക്കുറിച്ച് ധ്യാനിക്കാനും ആ പിതാവിനെ സ്നേഹിക്കാനും ഒക്കെയുള്ള വലിയ ഹൃദയം രൂപപ്പെടുത്തുക. ഈശോ ഏറെ സ്നേഹത്തോടെ തൻ്റെ ഹൃദയത്തിൽ അപ്പാ എന്ന് വിളിച്ച് സ്നേഹിച്ച ആ വന്യപിതാവിനെ അതേ സ്നേഹത്തോടെ, ഈശോ സ്നേഹിച്ച സ്നേഹത്തോടെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം രൂപപ്പെടാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, എല്ലാ കുടുംബങ്ങൾക്കും ഒരു രഹസ്യാത്മകതയുണ്ട്. പുറമേ കാണുന്നൊന്നുമല്ല കുടുംബജീവിതം എന്ന് പറയണത്. ആ വീടിൻ്റെ അകത്തളങ്ങൾക്ക് അതിൻ്റെതായ ചില രഹസ്യ സൗന്ദര്യങ്ങളുണ്ട്. വളരെ ആഴമുള്ള സങ്കടങ്ങൾ, ആഴമുള്ള സന്തോഷങ്ങൾ, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചില രഹസ്യങ്ങൾ എല്ലാ കുടുംബങ്ങൾക്കുമുണ്ട്, എല്ലാ ബന്ധങ്ങൾക്കുമുണ്ട്. നമ്മൾ പുറമേ നിന്ന് കാണുന്നതിനപ്പുറത്തുള്ള ചില രഹസ്യപരമായ ആഴങ്ങൾ നമുക്ക് മനസ്സിലാവില്ലത്. പ്രിയപ്പെട്ടവരെ, അത് രൂപപ്പെടുത്തുന്നത് ദൈവമാണ്. അത് രൂപപ്പെടുന്നത് രണ്ട് വ്യക്തികൾക്കിടയിലാണ്. അത് മൂന്നാമതൊരാൾക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. പ്രിയപ്പെട്ടവരെ, തിരുക്കുടുംബത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകതയാണ്, തിരുക്കുടുംബം വലിയ രഹസ്യങ്ങളുടെ ഒരു കലവറയാണ്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ തിരുക്കുടുംബം ഒരു അപ്പനും അമ്മയും ഒരു കുഞ്ഞും. ഈശോ ജീവിച്ചിരുന്ന കാലത്ത്, യൗസപിതാവും പരിശുദ്ധ അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് നസ്രത്തിലുള്ള എല്ലാവരും ചിന്തിക്കുന്നതനുസരിച്ച് ഇതൊരു സാധാരണ ഇസ്രായേലിലെ ഒരു കുടുംബം, നസ്രത്തിലൊരു സാധാരണ കുടുംബം, വളരെ ലളിതമായി ജീവിച്ചിരുന്ന, വലിയ സാമ്പത്തികമായിട്ടൊന്നും വലിയ മെച്ചമൊന്നുമില്ല, വലിയ കഷ്ടപ്പാടുകളുടെ നടുവിലൊക്കെ ജീവിക്കുന്ന നസ്രത്തിലെ വലിയ നന്മയൊന്നുമില്ലാത്തൊരു നാട്ടിൻപുറത്തെ ഒരു വളരെ ഒരു കുഗ്രാമത്തിൽ ജീവിച്ച ഒരു നാട്ടിൻപുറത്തെ ഒരു സാധാരണ കുടുംബം. അങ്ങനെയാണ് അവർ തിരുക്കുടുംബത്തെ കണ്ടിരുന്നതുമൊക്കെ. പക്ഷേ നമ്മൾ ആ തിരുക്കുടുംബത്തിൻ്റെ ബാഹ്യമായ ദൃഷ്ടികൾക്കപ്പുറം ഒരു ആന്തരിക കണ്ണുകളോടെ ഈ തിരുക്കുടുംബത്തെ നോക്കി കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ കുടുംബം വെറുതെ ഒരു നാട്ടിൻപുറത്തെ നസ്രത്ത് എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലെ ഒരു കൊച്ചു കുടുംബമല്ല. മറിച്ച് ഈ കുടുംബത്തിന് വലിയൊരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ കാണുന്ന ഈ കുഞ്ഞ് സാധാരണ നസ്രത്തിലെ ഒരു ആശാരിയുടെ കുഞ്ഞിനെ പോലെ കാണപ്പെടുന്നുണ്ടെങ്കിലും അതേ വസ്ത്രധാരണം, അതേ പശ്ചാത്തലത്തിലൊക്കെയാണ് ഈ കുഞ്ഞ് വളരുന്നത്. പക്ഷേ ഈ കുഞ്ഞ് ഒരു ആശാരി ചെറുക്കനല്ലത്, അത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അവനെ മടിയിലിരുത്തി താലാട്ട് പാടുന്ന ഒരു അമ്മയെ നമ്മൾ ആ വീട്ടിൽ കാണുന്നുണ്ട്. ആ അമ്മയെ കാണുമ്പോൾ നസ്രത്തിലെ ഒരു സാധാരണ പെൺകുട്ടി, സാധാരണ തട്ടവിട്ട് സാധാരണ വസ്ത്രമൊക്കെ ധരിച്ച് സാധാരണ വീട്ടുജോലികളിൽ ഏർപ്പെട്ട് ഒരു തയ്യൽക്കാരിയായ മറിയം, പക്ഷേ സുവിശേഷത്തിൻ്റെ ആന്തരികതയിൽ ധ്യാനിച്ച് നമ്മൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ പരിശുദ്ധ അമ്മ, സാധാരണ ഒരു വീട്ടമ്മയായിട്ട് കാണപ്പെടുന്ന ഈ സ്ത്രീ, അവളൊരു മനുഷ്യ സ്ത്രീക്കപ്പുറം ദൈവപുത്രൻ്റെ അമ്മയാണ് എന്നുള്ള വലിയൊരു രഹസ്യം ആ കുടുംബത്തിൽ കിടപ്പുണ്ട്. ആ കുടുംബത്തിൽ അധ്വാനിക്കുന്ന ഒരു അപ്പനെ നമ്മൾ കാണുന്നുണ്ട്. ഈ അപ്പൻ അന്നത്തെ ഏറ്റവും നല്ലൊരു തച്ചനായിട്ട് ആ നാട്ടിൻപുറത്ത് ജോലി ചെയ്തിരുന്ന ഒരു ആശാരി. മനുഷ്യദൃഷ്ടി അത്രയേ ഉള്ളൂ, യോസേപ്പിനെ നസ്രത്തിലെ നല്ല തച്ചനെന്ന് നമുക്ക് വിളിക്കാം. പക്ഷേ അതിനപ്പുറത്ത് ഈ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച മനുഷ്യനാണ്, ദൈവത്തെ തീറ്റിപ്പോറ്റിയൊരു മനുഷ്യനാണ്. ഒരായുസ് മുഴുവനും ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, ദൈവത്തിന് പാർപ്പിടം കൊടുക്കാൻ വേണ്ടി, ദൈവത്തിന് യാത്രകൾ ഒരുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടൊരു മനുഷ്യൻ. അയാൾ അധ്വാനിക്കുന്ന മുഴുവൻ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്. അയാൾ അധ്വാനിക്കുന്ന മുഴുവനും ദൈവത്തിനും ദൈവത്തിൻ്റെ അമ്മയ്ക്കും വേണ്ടിയാണ്. എന്തോ ഒരു വലിയൊരു ആന്തരികത നിറഞ്ഞു നിൽക്കുന്നൊരു കുടുംബമാണ് തിരുക്കുടുംബം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാ കുടുംബങ്ങൾക്കും ഇതുപോലൊരു ആന്തരികതയുണ്ട്. ആ ആന്തരികതയെ ധ്യാനിക്കുക എന്നതാണ്, അത് മനസ്സിലാക്കുക എന്നതാണ് ആ കുടുംബത്തെ ഏറ്റവും ആദരവോടെ കാണാനുള്ളൊരു മാർഗം. പക്ഷേ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ കുടുംബങ്ങളെ കാണുമ്പോൾ, വ്യക്തികളെയൊക്കെ കാണുമ്പോൾ അവരുടെ അകത്തളങ്ങളിലുള്ള ആന്തരികതയെ കാണാൻ പറ്റാതെ പോകുന്നുണ്ട്. നമുക്ക് ആന്തരികതയിലേക്ക് തിരിയാൻ പുതിയ നിയമം ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, പുതിയ നിയമം അകത്തളങ്ങൾക്ക്, ആന്തരികതയ്ക്ക് പ്രാധാന്യം കൊടുത്തു എന്നതാണ്.
പഴയ നിയമത്തിൽ ബാഹ്യമായതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈശോ പുതിയ നിയമത്തിൽ ഹൃദയഭാവത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. മനുഷ്യൻ ബാഹ്യമായവയെ ശ്രദ്ധിക്കുന്നു, ദൈവം ഹൃദയഭാവത്തിലുമെന്നാണ് പുതിയ നിയമത്തിൽ ഈശോ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ ഹൃദയങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ എങ്ങനെയാണ് ഈശോ പരിശോധിക്കാൻ പറയുന്നുണ്ട്. ഓരോ കുടുംബത്തിൻ്റെ അകത്തളങ്ങൾ എങ്ങനെയാണ്, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ വലിയ വീടുണ്ടാവും, വലിയ സാമ്പത്തികമായ സുസ്ഥിതി ഉണ്ടാവും, വലിയ വാഹനങ്ങളുണ്ടാവും, നല്ല ജോലി ഉണ്ടാവും, നല്ല വസ്ത്രം, നല്ല ആഭരണങ്ങൾ, നല്ല ഭക്ഷണം, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അകത്ത് എങ്ങനെയാണ്, അകത്തളങ്ങളിൽ എങ്ങനെയാണ്, ആന്തരികത എങ്ങനെയാണ്, ഇതാണ് ആ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെ തിരുക്കുടുംബമാക്കി മാറ്റുന്നത് എന്ന് യൗസേപ്പിതാവിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുക്കുടുംബത്തെ നമ്മൾ ബൈബിളിൽ ഇന്ന് ധ്യാനിക്കുന്ന ഒരു ആന്തരിക ചിന്ത ഇതാണ്. യൗസേപ്പും മറിയവും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. ജോസഫ് നീതിമാനാകയാലും മറിയത്തെ അപമാനിക്കാൻ ഇഷ്ടപ്പെടായകയാലും മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ബൈബിളിൽ ജോസഫ് നടത്തുന്ന ഉപേക്ഷയെ ബൈബിൾ വിളിക്കുന്നത് രഹസ്യത്തിലുള്ള ഉപേക്ഷ എന്നാണ്. ആ വാക്കിന് വലിയൊരു പ്രാധാന്യമുണ്ട്. രഹസ്യത്തിലുള്ള ഉപേക്ഷ, ആരും അറിയുന്നില്ല. ആ ഉപേക്ഷ, ആരും അറിയാത്തൊരു ഉപേക്ഷ ജോസഫിൻ്റെ മനസ്സിൽ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആരും അറിയാതെ രഹസ്യത്തിൽ അനേക കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, മനുഷ്യർക്ക് സാധിക്കും. അതിനെ ഒന്ന് ധ്യാനിക്കാൻ യൗസേപ്പിതാവ് ഈ തിരുനാളിനൊരുങ്ങുന്ന ഈ 3-ാം ദിവസത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജോസഫ് മറിയത്തെ സ്വീകരിച്ചിട്ട് മാസങ്ങളായി, നമുക്കറിയാം. ബൈബിളിൽ കൃത്യമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള വിവാഹ വാഗ്ദാനം കഴിഞ്ഞിരിക്കെ ദേവാലയത്തിൽ പോയി പുരോഹിതരെ സാക്ഷി നിർത്തി ബന്ധുമിത്രാദികളുടെ സമക്ഷത്തിൽ ജോസഫ് മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിച്ചവനാണ്. അവർ തമ്മിൽ മോതിരങ്ങൾ കൈമാറി വിവാഹബന്ധത്തിലൂടെ നിയമപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായ വ്യക്തികളാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ജോസഫും മറിയവും ഭാര്യ ഭർത്താക്കന്മാരായി. അവർ നിയമത്തിൻ്റെ കണ്ണുകളിൽ ഭാര്യയും ഭർത്താവുമാണ്. ഞാൻ ആദ്യ ദിവസം സൂചിപ്പിച്ചതുപോലെ അവരിൽ ആരെങ്കിലും ഒരാൾ മരിച്ചിരുന്നെങ്കിൽ വിധവയായിട്ട് തന്നെ കണക്കാക്കും, അല്ലെങ്കിൽ വിഭാര്യനായിട്ട് കണക്കാക്കും. അത്രയും അവർ ഒന്നായ ഒരു ജീവിതമായിരുന്നു. നിയമത്തിൻ്റെ കണ്ണുകളിൽ ഒന്നാണ്. നിയമത്തിൻ്റെ കണ്ണുകളിൽ ഭാര്യയും ഭർത്താവുമാണ്. ഔദ്യോഗിക രേഖകളിലൊക്കെ അവർ ഭാര്യയും ഭർത്താവുമാണ്. പക്ഷേ അവരുടെ ഇടയിൽ സംഭവിച്ച ഒരു വലിയ കാര്യം, അവർ ബാഹ്യമായിട്ട് നോക്കിയാൽ അവർ ഭാര്യയും ഭർത്താവുമാണ്, നിയമത്തിൻ്റെ കണ്ണുകളിലും അതെ, എല്ലാം അതെ. പക്ഷേ അവർ തമ്മിലുള്ള സഹവാസം ആരംഭിച്ചിട്ടില്ല. അവർ തമ്മിലുള്ള ആ വലിയ ഹൃദയ ഐക്യം രൂപപ്പെട്ടിട്ടില്ല. അതിനകത്ത് നമ്മൾ വായിക്കും, ജോസഫ് മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം നമുക്ക്, ജോസഫ് എപ്പോഴായിരിക്കും മറിയത്തെ സ്വീകരിച്ചത്? ജോസഫ് മറിയത്തെ സ്വീകരിച്ചത് ദേവാലയത്തിൽ വെച്ച് പുരോഹിതരുടെ സാന്നിധ്യത്തിൽ ആ വലിയ ഉടമ്പടി വെച്ച് സ്വീകരിച്ച സമയത്തല്ല. അതിനപ്പുറം ജോസഫ് മറിയത്തെ സ്വീകരിച്ചത്, ജോസഫ് വലിയൊരു പ്രതിസന്ധിയിലെത്തുന്ന ഘട്ടമുണ്ട്. ഞാൻ മറിയത്തെ ഉപേക്ഷിക്കുകയാണ്, മറിയത്തെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്ത ജോസഫ് ആ തീരുമാനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി നിശ്ചയിക്കുന്ന സമയത്ത് ജോസഫിനോട് സ്വർഗം പറഞ്ഞു, മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അങ്ങനെ ജോസഫിന് സ്വർഗത്തിൽ നിന്ന് ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്നാണ് ജോസഫ് യഥാർത്ഥത്തിൽ മറിയത്തെ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, മറിയത്തെ ഹൃദയം കൊണ്ട് ജോസഫ് സ്വീകരിച്ചത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഉടമ്പടി പ്രകാരം ആഘോഷമായി നാട് കാണുക, നാട്ടാർ കാണുക, ജോസഫ് മറിയത്തെ സ്വീകരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ജോസഫ് ഹൃദയം കൊണ്ട് മറിയത്തെ സ്വീകരിക്കുക. മറിയത്തെ ഭാര്യയായി ജോസഫ് യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് മാസങ്ങൾ കഴിഞ്ഞ് ഒരു രാത്രിയിൽ ദൈവത്തിൻ്റെ മാലാഖയുടെ ആ ദർശനം കിട്ടിക്കഴിയുമ്പോഴാണ് ജോസഫ് യഥാർത്ഥത്തിൽ മറിയത്തെ സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക കുടുംബങ്ങളിൽ, ബന്ധങ്ങളിലൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ്. പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഭാര്യയും ഭർത്താവുമാണ്, അവർ മാതാപിതാക്കളും മക്കളാണ്, അല്ലെങ്കിൽ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ്, പ്രത്യക്ഷത്തിൽ ഒരു കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളാണ്. ഇതൊക്കെ പ്രത്യക്ഷത്തിൽ സഹവാസവും സഹവർത്തിത്വവും നിയമപരമായിട്ടുള്ള എല്ലാ സാധുതകളും ശരിയാണ്. നിയമപരമായിട്ട് ഭാര്യയും ഭർത്താവുമാണ്, എല്ലാമാണ് ശരിയാണ്. പക്ഷേ നിയമപരമായിട്ട് ഭാര്യയും ഭർത്താവുമാണെങ്കിലും ജീവിതം കൊണ്ട്
സഹവാസമില്ലാതെ, ജീവിതം കൊണ്ട് ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ പറ്റാതെ ഇങ്ങനെ വരണ്ടു പോകുന്ന ബന്ധങ്ങൾ ഇന്ന് കുടുംബങ്ങളിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ലോകദൃഷ്ടിയാലെല്ലാം ഉണ്ട്, പക്ഷേ ഹൃദയം കൊണ്ട് ബന്ധമില്ല, ഹൃദയം കൊണ്ട് സ്വീകരിച്ചിട്ടില്ല. നിയമം കൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട്, ഹൃദയം കൊണ്ട് സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാതെ ഒരു ബന്ധം നിയമപരമായിട്ടോ ഒക്കെ നമുക്ക് എത്ര കാലം വേണേലും ജീവിക്കാം. എത്ര കാലം വേണേലും ഒരു കുടുംബത്തിന്, ഒരു വീടിനകത്ത് ജീവിക്കാം, ഒരു കിടക്ക പങ്കിട്ട് ജീവിക്കാം. മക്കളൊക്കെ ജനിക്കുന്നുണ്ടാവും, മക്കളെ വളർത്തുന്നുണ്ടാവും, ജീവിതം ഇങ്ങനെയുണ്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷേ ഹൃദയം കൊണ്ട് അടുപ്പമില്ലാതെ, ഹൃദയം കൊണ്ട് സ്നേഹമില്ലാതെ, ഹൃദയം കൊണ്ട് ഒന്നാകാതെ ഇപ്പോഴും സങ്കടങ്ങളുമായി, പരാതികളായി, പരിഭവങ്ങളായി ഇങ്ങനെ ഭാരപ്പെട്ട് പെട്ടുപോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത്, അതിനെ ഓർത്ത് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. അവിടെ ഇന്ന് ജോസഫ് യൗസേപ്പിതാവ് ഈ 3-ാം ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യം, ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് ഒന്നാകുമ്പോഴത്താണ്, ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോഴാണ്. ജീവിത വ്യക്തികളെ ആയാലും സാഹചര്യങ്ങളായാലും ജീവിത അനുഭവങ്ങളായാലും നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോഴാണ് അത് അനുഗ്രഹമായിട്ട് മാറുന്നത്. അത് ഈ 3-ാം ദിവസത്തിൽ യൗസേപ്പിതാവ് നമുക്ക് നൽകുന്നൊരു പാഠമാണ്. പ്രിയപ്പെട്ടവരെ, യൗസേപ്പിതാവ് പരിശുദ്ധ അമ്മയെ സ്വീകരിച്ച് നിയമപരമായിട്ട് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ യൗസേപ്പിതാവിന് മറിയത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. യൗസേപ്പിതാവിന് മറിയത്തെക്കുറിച്ച് വലിയ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: ജെറുസലേമിലെ ഏറ്റവും പരിശുദ്ധയായ കന്യക, നസ്രത്തിലെ ഏറ്റവും പരിശുദ്ധയായ കന്യക. മറിയത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. മറിയത്തെപ്പോലെ നിർമ്മലയായി പരിശുദ്ധയായ ഒരു പെൺകുട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കുന്നതും അതുപോലൊരു ചെറുപ്പക്കാരനുമാകണമെന്നൊക്കെയുള്ള വലിയ നിഷ്ഠ പുരോഹിതർക്കിടയിലുണ്ടാകും. ദേവാലയത്തിൽ വളർന്ന പെൺകുട്ടി, വളരെ പരിശുദ്ധയായിട്ട് ബാല്യമൊക്കെ കഴിച്ച പെൺകുട്ടി, അത്രയും നല്ല ഗുണങ്ങളാൽ വിശേഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് മറിയം. ജോസഫ് അങ്ങനെ തന്നെ കരുതിയാണ് മറിയത്തെ സ്വീകരിക്കുന്നതുമൊക്കെ. പക്ഷേ മറിയത്തെ സ്വീകരിച്ച് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ, ഏതാനും നാളുകൾ കഴിയുമ്പോൾ ജോസഫ് തിരിച്ചറിയാണ് താൻ കരുതിയതുപോലെ, താൻ കേട്ടതുപോലെ, താൻ കണക്ക് കൂട്ടിയതുപോലെ ഒരു പരിശുദ്ധയായ പെൺകുട്ടിയൊന്നും അല്ല ഇവൾ. താൻ കണക്കാക്കിയതിൽ നിന്ന്, താൻ കരുതിയതിൽ നിന്ന് വളരെ വ്യത്യസ്തയായൊരു പെൺകുട്ടിയാണ് ഇവളെന്ന് ജോസഫ് തിരിച്ചറിയുകയാണ്. കാരണം ഈ കാണുന്ന പരിശുദ്ധിയൊന്നും അവൾക്കില്ല, അവൾ അത്ര നിർമ്മലയൊന്നുമല്ല, അവൾ വളരെ ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ക്രമക്കേടുകളിലേക്ക് ജീവിതത്തെ കൊണ്ടുപോയൊരു പെൺകുട്ടിയാണെന്നൊക്കെ ജോസഫ് തിരിച്ചറിയുക. അത് ജോസഫിനെ ഭാരപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ സ്വർഗം ജോസഫിന് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. ഈ മറിയത്തിൻ്റെ കുറവ്, നീ കാണുന്ന ഈ കുറവ്, അവൾ ഗർഭിണിയായിട്ട് കാണപ്പെടുന്നു, അതല്ല നീ കാണുന്ന കുറവ്. ഈ കുറവിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവാണ്. നീ കാണുന്ന മറിയത്തിൻ്റെ ഈ കുറവിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവാണ് എന്ന് സ്വർഗം യൗസേപ്പിനെ വെളിപ്പെടുത്തി കൊടുത്തു കഴിയുമ്പോൾ യൗസേപ്പ് പറയുകയാണ്, ഞാൻ മറിയത്തെ സ്വീകരിക്കാം. അവളുടെ കുറവല്ല, അത് നിറവാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്, അത് പരിശുദ്ധാത്മാവ് നൽകിയതാണ് എന്ന് ജോസഫ് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അത് കുറവല്ലെന്ന് ജോസഫ് മനസ്സിലാക്കുകയാണ്. ജോസഫ് പിന്നെ ഇരു കൈയും നീട്ടി മറിയത്തെ സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറിയത്തെ തൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന യൗസേപ്പിനെ നമ്മൾ കാണും. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിലായാലും ഏത് ബന്ധത്തിലായാലും നമ്മൾക്ക് ദൈവം വച്ച് നീട്ടുന്ന ബന്ധങ്ങളുടെ പിറകിൽ ദൈവമുണ്ടെന്നുള്ള ആ ഒരു വലിയ ബോധ്യമാണ് ആ ബന്ധത്തിലേക്ക് ആഴപ്പെടാൻ നമ്മളെ സഹായിക്കുക. നമുക്ക് മുമ്പിൽ ദൈവം വച്ച് നീട്ടിയ ബന്ധങ്ങളുടെയൊക്കെ പിറകിൽ ദൈവമുണ്ട്. ഈ കുറവിന് പിറകെ ദൈവമുണ്ട്. ചിലപ്പോൾ ഒത്തിരി കുറവുള്ളൊരു അപ്പനായിരിക്കും ദൈവം എനിക്ക് തന്നത്. എനിക്ക് ആ അപ്പനെ സഹിക്കാൻ പറ്റുന്നില്ല, പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. പക്ഷേ ആ അപ്പനെ മുന്നിൽ നിർത്തി കഴിയുമ്പോൾ ദൈവം ആ അപ്പന് പിറകിൽ നിന്നുകൊണ്ട് പറയുക, ഈ അപ്പനെ നിനക്ക് തന്നത് ഞാനാ, ഇതെൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഈ കുറവുകളുള്ള, ഈ മദ്യപാനിയായ, ഈ ധൂർത്തനായ, ഈ ഉത്തരവാദിത്വമില്ലാത്ത ഈ അപ്പനെ നിനക്ക് തന്നത് ഞാനാണ് എന്ന് ദൈവം പിറകിൽ നിന്ന് നമ്മളോട് പറയുന്നത് കേൾക്കാൻ നമുക്കൊരു കാതുണ്ടായിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഹൃദയത്തെ തുറക്കും. പിന്നെ ഹൃദയം കൊണ്ട് ഈ അപ്പനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഹൃദയം കൊണ്ട് സ്വീകരിച്ച് കഴിയുമ്പോഴാണ് ഈ അപ്പനെ നമുക്ക് ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും അംഗീകരിക്കാനും കരം പിടിച്ച് കൊണ്ടു നടക്കാനും ഒക്കെ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, താൻ കുറവുണ്ടെന്ന് കരുതിയിരിക്കുന്ന ഈ മറിയത്തിൻ്റെ പിറകിൽ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ജോസഫിൻ്റെ കാഴ്ചപ്പാട് മാറി. ജോസഫ് പിന്നെ ഈ മറിയത്തെ കരം പിടിച്ച് കൊണ്ട് യാത്ര ചെയ്യുകയാണ്.
ജീവിതത്തിൻ്റെ അവസാനം വരെ, അവസാന ശ്വാസം വരെ ജോസഫ് എത്രയോ സമർപ്പണത്തോടെയാണ് പ്രിയപ്പെട്ടവരെ മറിയത്തെ കരം പിടിച്ചുകൊണ്ട് നടക്കുന്നത്. തിരുക്കുടുംബം യൗസപിതാവ് നമ്മളോട് ഈ 3-ാം ദിവസത്തിൽ സംസാരിക്കുന്നത് ഇതാണ്: നമ്മളുടെ ജീവിത യാത്രയ്ക്കിടയിൽ, നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കിടയിൽ, നമ്മുടെ ഉത്തരം മുട്ടുന്ന ഈ ജീവിത പ്രതിസന്ധികൾക്കിടയിലെല്ലാം അതിൻ്റെ പിറകിൽ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുക, ദൈവമുണ്ടെന്ന് തിരിച്ചറിയുക. അത് വലിയ വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കും. നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ ഒരു രംഗം കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ യാക്കോബിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 30-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം ഇങ്ങനെയാണ്: യാക്കോബ്, പൂർവ്വപിതാവായ യാക്കോബ്, അവൻ വളരെ ആഗ്രഹിച്ച് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അവൻ്റെ സ്വപ്നങ്ങളിലുള്ള ജീവിത പങ്കാളിക്ക് ചില അടിസ്ഥാന മാനദണ്ഡങ്ങളൊക്കെ അവൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പെൺകുട്ടി സുന്ദരിയായിരിക്കണം, ബുദ്ധിമതിയായിരിക്കണം, ധൈര്യമുള്ളവളായിരിക്കണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ ഈ യാക്കോബിനുണ്ട്. അങ്ങനെ അതെല്ലാം ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടിയെ യാക്കോബ് കാണുന്നു, ഇഷ്ടപ്പെടുന്നു. യാക്കോബ് ആ പെൺകുട്ടിയുമായി അനുരക്തനായി എന്നാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക. അവളുടെ പേര് റാഹേൽ എന്നാണ്. വളരെ സുന്ദരിയായ റാഹേൽ. പക്ഷേ ജീവിതം യാക്കോബിന് സമ്മാനിക്കുന്നത് നേരെ വിപരീതമായൊരു ജീവിത പങ്കാളിയാണ്. ആദ്യം ലയ എന്ന് പറയുന്നൊരു പെൺകുട്ടി, ഒട്ടും സൗന്ദര്യമില്ലാത്ത, കണ്ണുകൾ മങ്ങിയ ലയായാണ് ജീവിതം ദൈവം അവന് വെച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചരിത്രത്തിൽ ധ്യാനിക്കുന്നത് യാക്കോബ് അസ്വസ്ഥനാകുന്നു, ഈ യാക്കോബ് ഈ ലയായെ അവഗണിക്കുന്നു. ബൈബിളിൽ നമ്മൾ വായിക്കും, ലയ അവഗണിക്കപ്പെടുന്നതായി ദൈവം കണ്ടു. ലയ അവഗണിക്കപ്പെടുന്നതായി ദൈവം കണ്ടു. ദൈവം കാണുകയാണ് രഹസ്യത്തിൽ ഈ യാക്കോബിൻ്റെ ഉള്ളിൽ. യാക്കോബ് ഈ ലയായെ വെറുക്കുന്നത്, അവഗണിക്കുന്നത് ദൈവം കണ്ടു. നമ്മൾ ബൈബിളിൽ വായിക്കും, ഈ യാക്കോബ് എന്നിട്ട് ഈ വിവാഹം കഴിഞ്ഞ് ഈ ലയായെ ഭവനത്തിൽ നിർത്തിയിട്ട് 7 വർഷം റാഹേലിനെ സ്വന്തമാക്കാൻ വേണ്ടി അധ്വാനിക്കുകയാണ്. അതിനിടയിൽ ലയ ഗർഭം ധരിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട്. അവൾ 4 പുത്രന്മാരെ പ്രസവിക്കുന്ന കാര്യമൊക്കെ ആ നാളുകളിൽ ബൈബിളിൽ എഴുതി വച്ചിട്ടുമുണ്ട്. പക്ഷേ ലയ അവഗണിക്കപ്പെടുന്നു എന്ന് ദൈവം കാണുകയാണ്. അവരുടെ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ലയായ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട്, അവരൊരുമിച്ച് ജീവിക്കുന്നുണ്ട്, അവർക്ക് മക്കളുണ്ടാകുന്നുണ്ട്, മക്കളെ പരിപോഷിപ്പിക്കുന്നുണ്ടാകും, അവർക്ക് ജീവിക്കാനുള്ള വകയൊക്കെ യാക്കോബ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ യാക്കോബ് ലയായെ അവഗണിക്കുന്നത് ദൈവം കണ്ടുവെന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുക. പ്രിയപ്പെട്ടവർ, ദൈവം ഹൃദയം ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവം ഹൃദയഭാവത്തിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് ബൈബിളിൽ നമുക്ക് നൽകുന്നൊരു പാഠമാണ്. പുതിയ നിയമത്തിന് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഈശോ എല്ലാ ഹൃദയഭാവത്തിലേക്കായിരുന്നു ശ്രദ്ധ. ഈശോ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മുമ്പിൽ കാഹളം മുഴക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ കതകടച്ച് വീടിൻ്റെ അകത്ത് പ്രവേശിച്ച് കതകടച്ച് രഹസ്യത്തിൽ നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദേവാലയത്തിൽ പോയി ഏറ്റവും മുമ്പിലിരുന്ന് കരം പിടിച്ച് ഏറ്റവും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്കപ്പുറം നീ ഒരു രഹസ്യത്തിലുള്ളൊരു പ്രാർത്ഥന കൂടി നിനക്ക് വേണമെന്ന് ഈശോ പറയുന്നുണ്ട്. ആ പ്രാർത്ഥന വലിയ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയായിട്ട് മാറും. ആരും കാണാതെ രഹസ്യത്തിൽ കതകടച്ച്, അതും വീണ്ടും രഹസ്യത്തിൽ കതകടച്ച്, അകത്തിരുന്ന് ഒച്ചത്തിൽ പ്രാർത്ഥിക്കുകയല്ല, കതകടച്ച് വീണ്ടും രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക, ആരും അറിയാതെ. അപ്പോൾ നിൻ്റെ അകത്തളങ്ങളിൽ ആരും കാണാതെ നീ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഈശോ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിൻ്റെ ഉപവാസത്തെക്കുറിച്ച് ഈശോ പറയുന്നത് അവിടെ ആന്തരികതയാണല്ലോ ഈശോ ഊന്നൽ കൊടുക്കുക. ഉപവസിക്കുമ്പോൾ നീ മുഖം മ്ലാനമാക്കരുത്, മറിച്ച് നീ മുഖം മിനുക്കി പൗഡറൊക്കെ ഇട്ട് സുന്ദരനായിട്ട് വന്ന് നിന്ന് നീ ഉപവസിക്കണം. നീ ഉപവസിക്കുന്നതായിട്ട് ആർക്കും തോന്നരുത്. നീ ഭക്ഷണം കഴിക്കാതെ നടക്കുന്നതായിട്ട് ആർക്കും തോന്നരുത്. എല്ലാവർക്കും തോന്നണം നീ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നീ വയറ് നിറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനായിട്ട് തോന്നണം. അതാണ് നിൻ്റെ ആരും കാണാത്ത നിൻ്റെ ഉപവാസമാണ് യഥാർത്ഥ ഉപവാസം. വീണ്ടും ഈശോ പറഞ്ഞു, നീ ദാനധർമ്മം ചെയ്യുമ്പോൾ നിൻ്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്, ആരും അറിയരുത്, മറിച്ച് നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. അങ്ങനെ രഹസ്യത്തിൽ നിൻ്റെ ദാനധർമ്മം നടത്തുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പുതിയ നിയമത്തിൽ ഈശോയുടെ കാഴ്ചപ്പാട് മുഴുവനും ആന്തരികതയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്.
ആന്തരികതയിലേക്ക് ദൃഷ്ടികൾ ഉറപ്പിച്ചുകൊണ്ടാണ് ഈശോ എല്ലാ കാര്യങ്ങളും പറയുക. യൗസേപ്പ് പിതാവും ഇങ്ങനെ ആന്തരികതയുടെ ഒരു മനുഷ്യനായിരുന്നു. യൗസേപ്പ് ജീവിച്ചതൊക്കെ ഹൃദയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, രഹസ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, എല്ലാത്തിനും വലിയ ആന്തരികത കണ്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജോസഫ് ഒരു മൗനിയായ മനുഷ്യനായിട്ടാണല്ലോ ബൈബിളിൽ നമ്മൾ കാണുക. ഒന്നും സംസാരിക്കുന്നില്ല, നിശബ്ദതയായി ഇങ്ങനെ ധ്യാനിച്ച് യാത്ര ചെയ്യുന്ന ഒരു അപ്പൻ, ജീവിതത്തിൻ്റെ അകത്തളങ്ങളെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു അപ്പനായിട്ടാണ് ജോസഫിനെ നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിജീവിതങ്ങളിലൊക്കെ നമുക്ക് ഈ ജോസഫ് നല്ലൊരു മാതൃകയാണ്. നമുക്ക് ജോസഫിൻ്റെ ആ ജീവിതത്തെ ഒന്ന് പാഠമായിട്ട് കാണാനൊന്ന് പരിശ്രമിക്കാം. കടന്നു പോകുന്ന ജീവിത പ്രതിസന്ധികൾ, കുടുംബത്തിൽ ഒരുപക്ഷെ ജീവിത പങ്കാളി നൽകുന്ന പ്രതിസന്ധികളാകാം, പേരൻസ് തരുന്ന അല്ലെങ്കിൽ മാതാപിതാക്കൾ തരുന്ന അല്ലെങ്കിൽ മക്കൾ തരുന്ന പ്രതിസന്ധികളാകാം. അത് മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മൾ ഭാരപ്പെടാറുണ്ട്. അതൊക്കെ അവരുടെ കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് നേരെ തിരിയാറുണ്ട്. ഇവർ കാരണം എൻ്റെ ജീവിതം ഇങ്ങായേ, അല്ലെങ്കിൽ ഇങ്ങേര് കാരണം എൻ്റെ ജീവിതം ഇങ്ങനെ, എൻ്റെ അപ്പനും അമ്മയും കാരണം എൻ്റെ ജീവിതം ഇങ്ങനെയായേ, അല്ലേ ഞാൻ എന്ത് കഷ്ടപ്പെട്ട് വളർത്തിയത് എൻ്റെ മക്കളെ, ആ മക്കൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മക്കളെ ശപിക്കുന്ന തരത്തിലേക്കൊക്കെ നമ്മുടെ ജീവിതം നീങ്ങുമ്പോൾ യൗസേപ്പ് പിതാവ് നമ്മൾക്ക് ഒരു വലിയൊരു പ്രത്യാശ തരുന്ന, ഒരു മാതൃക തരുന്നത് ഇതാണ്: അതിൻ്റെ പിന്നിൽ ദൈവമാണെന്ന് കണ്ടേ. ആ വ്യക്തികളല്ല, അവർക്ക് പിന്നിൽ ദൈവമാണ്. മറിയത്തിൻ്റെ ഈ കാണപ്പെടുന്ന ഈ കുറവിന് പിന്നിൽ പരിശുദ്ധാത്മാവാണ്. ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന, എനിക്ക് സഹിക്കാൻ പറ്റാത്ത, എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന, എന്നെ തകർത്ത് കളയുന്ന, എന്നെ ഭാരപ്പെടുത്തുന്ന ഈ വ്യക്തിയുടെ പിന്നിൽ ദൈവമുണ്ട്. ദൈവം അറിയാതെയല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണിത് എന്ന് നമ്മൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റും. ഈ യാക്കോബിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രതിസന്ധി അതാണല്ലോ. യാക്കോബിന് ലേയായെ സ്വീകരിക്കാൻ പറ്റിയില്ല, അംഗീകരിക്കാൻ പറ്റിയില്ല. ഉള്ളിൽ അവളെ വെറുത്ത്, ഉള്ളിലൊരു അകൽച്ചയുണ്ടായിരുന്നു യാക്കോബിന് എപ്പോഴും. അതിൻ്റെ കാരണം എന്താ? യാക്കോബിൻ്റെ ഈ ഭാര്യയ്ക്ക് ലേയായിക്ക് സൗന്ദര്യമില്ല, അവളുടെ കണ്ണുകൾ മങ്ങിയതാണ്. അവൻ പ്രതീക്ഷിച്ചതൊക്കെ നല്ല വിടർന്ന കണ്ണുകളുള്ള സുന്ദരിയായ റാഹേലിനെയാണ് യാക്കോബ് തൻ്റെ ഭാര്യയായിട്ട് സങ്കല്പിച്ചത്. അപ്പോൾ അതിന് നേരെ വിപരീതമായ ജീവിതാനുഭവം വന്നപ്പോൾ യാക്കോബ് ലേയായെ വെറുക്കുകയാണ് ചെയ്യുന്നത്. ലയായുടെ പിന്നിൽ ദൈവമുണ്ടെന്ന്, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് യാക്കോബിന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നതാണ് ഒരു വലിയ സങ്കടം. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് എന്നാൽ തൻ്റെ പ്രതിസന്ധിയുടെ പിന്നിൽ തൻ്റെ ഭാര്യയുടെ കുറവ് അതൊരു കുറവല്ല, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണെന്ന് ജോസഫിന് കാണാൻ പറ്റി എന്നതാണ് ജോസഫിൻ്റെ ഏറ്റവും വലിയ മഹത്വം. തൻ്റെ ഭാര്യ മറിയം അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാണെന്ന് ജോസഫ് തിരിച്ചറിഞ്ഞു. എല്ലാവരും, ലോകം ഒരുപക്ഷെ ഏറ്റവും ഹീനയായ പാപം ചെയ്തവളായിട്ട് കല്ലെറിയാൻ പോലും യോഗ്യതയാണ് ഇവളെന്ന് പറഞ്ഞ് വിധിക്കുന്നിടത്ത് ജോസഫ് പറഞ്ഞല്ല, കല്ലെറിയപ്പെടാനുള്ളവളല്ല അവൾ പരിശുദ്ധയാണ്. ഈ പ്രപഞ്ചം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള സ്ത്രീയാണ് മറിയമെന്ന് യൗസേപ്പ് പിതാവ് തിരിച്ചറിയുകയാണ്. അതാണ് പ്രിയപ്പെട്ട ഒരു ആന്തരികത തിരിച്ചറിയുക എന്നുള്ളത്. നമ്മൾ ഈ യാക്കോബിൻ്റെ ചരിത്രത്തിൽ കാണുന്ന ഒരു കാര്യം കൂടി ചിന്തിച്ച് അവസാനിപ്പിക്കാം. ഈ യാക്കോബ് ഏറ്റവും സ്നേഹിച്ചവളായിരുന്നു റാഹേൽ. റാഹേലിന് വേണ്ടി 7 വർഷം അടിമപ്പണി ചെയ്തുവെന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുക. ശരിക്കും പറഞ്ഞാൽ 14 വർഷം യാക്കോബ് അടിമപ്പണി ചെയ്യുന്നുണ്ട്. 7 വർഷം കഴിയുമ്പോഴാണ് വീണ്ടും ഒരു ചതി പറ്റി വീണ്ടും 7 വർഷം കൂടി യാക്കോബ് റാഹേലിന് വേണ്ടി അധ്വാനിക്കുകയാണ്. ഈ അധ്വാനങ്ങളുടെ നടുവിൽ റാഹേലിനെ യാക്കോബ് സ്വന്തമാക്കുന്നു, അവരൊരുമിച്ച് ജീവിക്കുന്നു. റാഹേലിനെ അതുപോലെ തീവ്രമായി സ്നേഹിച്ചു യാക്കോബ് എന്നാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. പക്ഷേ യാക്കോബ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം റാഹേലിനോട് കലഹിക്കുന്നുണ്ട്. അത് നമ്മൾ സുവിശേഷത്തിൽ ധ്യാനിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 30-ാം അധ്യായം 2-ാം വാക്യം. യാക്കോബ് റാഹേലിനോട് കലഹിക്കുന്ന രംഗം നമ്മൾ കാണും, കോപിക്കുന്ന രംഗം. അതിതാണ്, റാഹേൽ പറഞ്ഞു, എനിക്ക് മക്കളെ തരിക അല്ലെങ്കിൽ ഞാനിപ്പോൾ ചാകും, എനിക്ക് മക്കളെ തരിക അല്ലെങ്കിൽ ഞാനിപ്പോൾ ചാകും. റാഹേൽ യാക്കോബിനോട് കലഹിക്കുന്ന ഒരു രംഗമാണത്. അപ്പോൾ യാക്കോബ് പറയുന്നു, നിനക്ക് മക്കളെ നിഷേധിച്ചത് ഞാനാണോ, ദൈവമല്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കാലഘട്ടത്തിൽ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നില്ലെങ്കിൽ, ആഗ്രഹിക്കുന്നത് പോലെ കിട്ടുന്നില്ലെങ്കിൽ അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണത നമ്മുടെ തലമുറയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒന്നെങ്കിൽ ആ ബന്ധം അങ്ങ് അവസാനിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ ആ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണത നമ്മുടെ തലമുറയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. റാഹേൽ പ്രതീക്ഷിച്ചത് സംഭവിച്ചില്ല. അവൾ പറയുന്നു, ഞാൻ ചാകും.
പ്രിയപ്പെട്ടവരെ, അങ്ങനെ മോഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ, സങ്കല്പിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ വർദ്ധിച്ചു വരുന്നു. അവിടെ ദൈവം പറയുന്നു, യാക്കോബിലൂടെ സംസാരിക്കുന്നു, നിനക്കിത് നിഷേധിച്ചത് ദൈവമാണ്, ഞാനല്ല. ഞാൻ മൂലമല്ല നിനക്ക് മക്കളുണ്ടാകാതിരിക്കുന്നത്, ദൈവം മൂലമാണ് നിനക്ക് മക്കളുണ്ടാകാതിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ യാക്കോബ് റാഹേലിനെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവമുണ്ടെന്ന് ധ്യാനിച്ച് ആ ആന്തരികതയിലേക്ക്, ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റിയാൽ പ്രിയപ്പെട്ടവരെ, ജീവിതം കുറച്ചുകൂടി മനോഹരമാകുമെന്ന് ഈ ചിന്ത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ആന്തരികതയിലേക്ക് തിരിയാം, ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അവസാനിപ്പിക്കാം അതോടുകൂടി. കർത്താവേ, ഞാൻ ദുർബലനാണ്, നന്മയോട് അകന്നു നിൽക്കുന്നവൻ. ശക്തരെ നിയന്ത്രിക്കുന്നതിന് ദുർബലരെ നീ നിയോഗിക്കുമെന്ന് മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ. നിൻ്റെ രാജ്യത്തിനായുള്ള ഒരു ചുവട് വയ്ക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ജീവിതം കൊണ്ട് നിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് ഇടയാക്കണമേ. ആമേൻ.